കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ സംസ്ഥാനത്ത് പ്രചരണച്ചൂട് ഉയരുകയാണ്. മുരളീധരൻ ഇന്ന് തൃശൂരിൽ റോഡ് ഷോ നടത്തും. വടകരയിൽ ഷാഫി പറമ്പിൽ നാളെ പ്രചരണത്തിന് തുടക്കമിടുകയാണ്. LDFും BJPയും ഒക്കെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി പ്രചരണം ആരംഭിച്ചിരുന്നു. വിവരങ്ങളുമായി വിവിധ മേഖലകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കൊച്ചിയിൽ നിന്നും എബി ജോൺ തോമസിലേക്ക്. എബി, മധ്യകേരളത്തിൽ വേനൽ ചൂടിന് വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുകയാണ്. ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളായി തൃശ്ശൂർ, ആലപ്പുഴ ഒക്കെ ഉയർന്നു കഴിഞ്ഞു. കോട്ടയത്ത് BDJSന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാനിരിക്കുന്നു. മുരളീധരൻ തൃശ്ശൂരിൽ ലാൻഡ് ചെയ്യുകയാണ്. വലിയ രീതിയിലുള്ള ഒരു മാസ് എൻട്രി മുരളിക്ക് തൃശ്ശൂരിൽ നൽകാനാണ് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. എന്തൊക്കെയാണ് മധ്യകേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങൾ? തെരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. സ്ഥാനാർത്ഥി പട്ടികകളെല്ലാം തന്നെ പുറത്തു വന്നതോടുകൂടി തന്നെ LDFും UDFും അവരുടെ പ്രചാരണ പരിപാടികൾ ശക്തമാക്കുകയാണ്. എറണാകുളത്ത് ആദ്യം തന്നെ LDF അവരുടെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു. 7-ാം തീയതി കൺവെൻഷനോട് കൂടിയാണ് ഇതിന്റെ ഒരു ഔദ്യോഗിക തുടക്കമായത്. അതിനുശേഷം അതിനു മുമ്പും എല്ലാം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം, അതിനുശേഷമുള്ള പരിപാടികളെല്ലാം തന്നെ ഈ പ്രത്യേകമായിട്ടുള്ള ആൾക്കാരെ കാണുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ LDFിന്റെ സ്ഥാനാർത്ഥി ചെയ്യുന്നുണ്ടായിരുന്നു. മണ്ഡലത്തിൽ സജീവമാകുന്ന ഒരു നിലയിലേക്ക് എത്തുകയുണ്ടായി. ഇന്നലെ ആണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നത്. അവിടെ ഹൈബി ഈഡൻ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഹൈബിയെ പോയി നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും ഒരു മികച്ച ഒരു ഡ്രീം ടീമിനെയാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ആവേശം മുഴുവൻ മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മധ്യകേരളത്തിൽ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ ഒരു ഗ്ലാമർ മണ്ഡലമായി തന്നെ മാറിയിരിക്കുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെ തൃശ്ശൂർ മാറിയിരിക്കുകയാണ്. മുരളീധരന്റെ എൻട്രി തന്നെയാണ് അവിടെ പ്രധാനമായും എടുത്തു പറയുന്നത്. അത് ഏത് നിലയ്ക്കാണ് ഇനിയിപ്പോൾ അത് വരും ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം പ്രതാപൻ അവിടെ പ്രതാപൻ എന്നുള്ള തലക്കെട്ടിൽ ചുവരെഴുത്തുകൾ വരെ നടത്തിയതിനു ശേഷമാണ് പ്രതാപൻ അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. മുരളി അവിടെ റീപ്ലേസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. എന്തായാലും അത് അവിടെ കൃത്യമായ രീതിയിലുള്ള ഒരു പോരാട്ടം സുനിൽകുമാറും മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു പോരാട്ടം ശക്തമാകുന്നതോടെ തൃശ്ശൂർ ഒരു ഗ്ലാമർ മണ്ഡലമായി തന്നെ മാറും. ഒപ്പം തന്നെ പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴയാണ് മറ്റൊരു മണ്ഡലമായി പരിഗണിക്കപ്പെടുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുന്നത്. KC വേണുഗോപാലിന്റെ വരവോടുകൂടിയാണ് ആലപ്പുഴ മണ്ഡലം ഏറെ ശ്രദ്ധേയമാകുന്നത്. അരൂരിൽ നാളെ രാവിലെ 8 മണി മുതൽ റോഡ് ഷോയോടുകൂടിയാണ് KC വേണുഗോപാലിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന്റെ തൊട്ട് പിന്നാലെ തന്നെ AM ആരിഫ് അവിടെ പരിപാടികളെല്ലാം തന്നെ നടത്തിയിരുന്നു. പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കിയിരുന്നു. അങ്ങനെ ആലപ്പുഴയിലും ശക്തമായ രീതിയിലുള്ള മത്സരം നടക്കുന്നു. കോട്ടയത്ത് മറ്റൊരു തരത്തിൽ കോട്ടയത്തെ മത്സരം പ്രധാനപ്പെട്ടതാകുന്നത് 2 കേരള കോൺഗ്രസുകാർ LDFിലും UDFിലും മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേരള കോൺഗ്രസിന്റെ ഒരു പോരാട്ടമായി തന്നെയാണ് കോട്ടയത്തെ മത്സരത്തെ കണക്കാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി BDJS കോട്ടയത്ത് ഉൾപ്പെടെയുള്ള 4 ഇടങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. അതിൽ ഇടുക്കിയിൽ ആരാണ് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സസ്പെൻസ് കൂടി നിലനിൽക്കുന്നുണ്ട്. ഇടുക്കിയിൽ ഒരു സർപ്രൈസ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതികരണം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ആരാണ് ഇനിയിപ്പോൾ ഇടുക്കിയിൽ വരാനിരിക്കുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള മത്സരം നമുക്ക് മധ്യകേരളത്തിൽ കാണാൻ കഴിയും. അതിന്റെ വീറും വാശിയും എല്ലാം തന്നെ ഈ വേനൽ ചൂടിനൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചൂടും കുതിച്ചുയരുകയാണ്. ലിബീഷ്.